ഇഗ്നു അസൈൻമെന്റ്സ് എങ്ങനെ തയ്യാറാക്കാം, റിജക്ഷൻസ് ഇല്ലാതെ നല്ല രീതിയിൽ എങ്ങനെ സ്കോർ ചെയ്യാം. ആദ്യമായിട്ട് ഇഗ്നു അസൈൻമെന്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ അസൈൻമെന്റ് തയ്യാറാക്കാൻ നോക്കാം. അസൈൻമെന്റ് ഡേറ്റ് വന്നാൽ ഉടനെ നമുക്കൊരു 3-4 മാസം അസൈൻമെന്റ് എഴുതാൻ വേണ്ടി ടൈം ഉണ്ടാവും. ഇഗ്നു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിന് വേണ്ടി ഗൂഗിളിൽ നേരെ ഇഗ്നു അസൈൻമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മൾ മാസ്റ്റേഴ്സ് ആണോ യു ജി ഏത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിഗ്രി പ്രോഗ്രാം ചൂസ് ചെയ്യുക. അതിനുശേഷം ഓപ്പണായി വരുന്ന സൈറ്റിൽ നമ്മൾ ഏത് വർഷമാണോ അഡ്മിഷൻ എടുത്തത് അത് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ PDF നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്നാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്നാണ്, അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് ഫോർ അസൈൻമെൻറ്റ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്, എത്ര മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്, അതേപോലെ തന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിലാണോ സ്റ്റഡി സെൻറ്ററിലാണോ അസൈൻമെൻറ്റ് വെക്കേണ്ടത്. അസൈൻമെൻറ്റ്സ് എല്ലാം നമ്മൾ സ്റ്റഡി സെൻറ്ററിലാണ് വെക്കേണ്ടത്, റീജിയണൽ സെൻറ്ററിലല്ല. ആൻസേഴ്സ് എപ്പോഴും നമ്മുടെ അവർ ഓൺ വേർഡ്സിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ChatGPT, ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഒരിക്കലും അതേപോലെ തന്നെ കോപ്പി ചെയ്യരുത്. അത് നമ്മുടേതായിട്ടുള്ള വേർഡ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്കോർ നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യനിൽ നിന്ന് എത്ര ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും ഏത് സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടതെന്നും കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലും ഇഗ്നു അസൈൻമെൻറ്റ് സബ്മിഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.